ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 6 വാട്ടിൻ്റെ 3 വാട്ടിൻ്റെ ജി എമ്മിൻ്റെ മോഡൽ വരുന്ന ജി എമ്മിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളുണ്ട്. അതിൻ്റെ തന്നെ പാനൽ ലൈറ്റ്സ് വരുന്നുണ്ട്. പാനൽ ലൈറ്റ്സ് നമ്മൾ സീലിങ്ങിൽ കൊടുക്കുന്ന ലൈറ്റ്സാണ്. ഈ ലൈറ്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമേ തന്നെ 3 വാട്ടിൻ്റെയാണ് നമ്മൾ പരിചയപ്പെടാം. അപ്പോൾ 3 വാട്ടിൻ്റെ പാനൽ ലൈറ്റ്സ് ആണ് ഈ കാണുന്നത്. അതിൻ്റെ പ്രത്യേകത നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും. അഡാപ്റ്റർ സിസ്റ്റം കണ്ടോ? അഡാപ്റ്റർ സിസ്റ്റം അതിൻ്റെ ബാക്ക് സൈഡാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ലൈറ്റിനോട് അറ്റാച്ച് ചെയ്തതിന് ഉള്ളിലേക്ക് തന്നെ വരുന്നത്. ഒരുപാട് പ്രൊജക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ 2 സ്പ്രിങ്ങുകൾ വരുന്നത്. ഈ 2 സ്പ്രിങ്ങുകളിലാണ് നമ്മൾ ഈ പറയുന്ന സീലിങ്ങിലാണെങ്കിൽ എവിടെയാണെങ്കിലും കൊടുത്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറ്റി ഈ പറയുന്ന 2 സ്പ്രിങ്ങിലാണ് അത് ഹാങ് ചെയ്ത് ടൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 സ്പ്രിങ്ങാണ് കാണുന്നത്. നല്ല സ്ട്രോങ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ പല മോഡലുകൾ വരുന്നുണ്ട്. അഡാപ്റ്റർ പുറത്ത് വയ്ക്കാവുന്ന ടൈപ്പ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് അഡാപ്റ്റർ വരുന്ന ടൈപ്പ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രൊജക്ഷനോ ബാക്ക് സൈഡ് ഇല്ല. എന്നാൽ അതുപോലെ തന്നെ അഡാപ്റ്റർ സെയിം ആയിട്ട് ഒട്ടും തന്നെ പ്രൊജക്ഷൻ ഇല്ലാത്ത രീതിയിൽ അതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ കണ്ടത് 3 വാട്ടാണ് വരുന്നത്. ഇത് എൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാക്ക് സൈഡ് റൗണ്ട് കറക്റ്റായിട്ട് ഇറങ്ങിയതിന് ശേഷം വളരെ നിസ്സാരം മാത്രം, ഏകദേശം ഒരു 1 mm താഴെ പ്രൊജക്ഷൻ പുറത്തേക്കുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ സീലിങ്ങിന് കട്ട് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ കറക്റ്റ് കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഫുള്ളായിട്ട് അകത്ത് കയറി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അടുത്തത് നമ്മൾ പരിചയപ്പെടാവുന്നത് 6 വാട്ടിൻ്റെയാണ്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട. ഇതൊരു ബാസ് ബോർഡ്, അതിൻ്റെ തന്നെ ഒരു പേപ്പർ കട്ടിങ് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് സീലിങ്ങിൽ നമുക്ക് എവിടെയാണ് കൊടുക്കേണ്ടത് അത് ഈ പറഞ്ഞ രീതിയിൽ ഈ ബാസ് ബോർഡ് വെച്ച് ശരിക്കും വരച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കറക്റ്റായിട്ട് സൂട്ടായിട്ട് കയറിയിരുന്നുള്ളൂ. പിന്നീട് സെപ്പറേറ്റ് ഒരു അളവ് നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഇതും അതുപോലെ തന്നെ സൈഡിലാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഒരു അഡാപ്റ്റർ വന്നിരിക്കുന്നത്. അഡാപ്റ്റർ സിസ്റ്റം പുറത്തല്ല. അതായത് സാധാരണ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ ഞാൻ പറഞ്ഞു. പുറത്ത് വരുന്ന അഡാപ്റ്റർ സെപ്പറേറ്റ് വരുന്നുണ്ട്, അല്ലാതെയും വരുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില അഡാപ്റ്ററും കാര്യങ്ങളും ലൈറ്റ് കൂടി ഒന്നിച്ച് വെക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടാറില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡാപ്റ്റർ അകത്ത് തന്നെ ആയതുകൊണ്ട് ഒരുപാട് പ്രൊജക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ അതിന് ചെറിയൊരു ഡ്രോബാക്സ് കൂടി പറയാം. വേറെ ഒന്നുമില്ല, അഡാപ്റ്റർ ചിലതിനും മിക്കതും അഡാപ്റ്ററുകളാണ് കംപ്ലൈൻറ്റ് ആവുന്നത്. അഡാപ്റ്റർ കംപ്ലൈൻറ്റ് ആവുന്ന സമയത്ത് നമുക്ക് അഡാപ്റ്റർ മാറ്റാൻ പറ്റും. പക്ഷേ ഇതിനെ സംബന്ധിച്ച് നോക്കിയാൽ അഡാപ്റ്റർ നമുക്ക് മാറ്റാൻ കഴിയില്ല. ആ സെറ്റ് ഉൾപ്പെടെ മൊത്തം മാറ്റി സർവീസ് ചെയ്യുകയോ അല്ലെങ്കിൽ പറയുന്ന മൊത്തം ഉൾപ്പെടെ മാറ്റണം എന്നുള്ളൊരു ചെറിയൊരു ഡ്രോബാക്സ് കൂടിയുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അതിൻ്റെ 2 സൈഡുകളിൽ കാണുന്ന സ്പ്രിങ് ആണ് ഈ കാണുന്നത്. ഇത് അടിയിൽ കാണുന്നത്, താഴത്ത് കാണുന്നത് 6 വാട്ടിൻ്റെയും ഇത് 3 വാട്ടിൻ്റെയാണ് വരുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വലുപ്പ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാണോ നമുക്ക് ആവശ്യം വരുന്നത് അത് 6 വാട്ടാണെങ്കിൽ നമ്മൾ റൂമുകളിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 6 വാട്ട് ചെയ്യുന്നതും, വീടിൻ്റെ പുറത്ത് അതായത് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പുറത്ത് 6 വാട്ടിനേക്കാൾ നല്ലത് 3 വാട്ട് തന്നെ വാം വൈറ്റ് 3 വാട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന ലൈറ്റിൻ്റെ കറക്റ്റ് കട്ടിങ് കണ്ടോ, ഇതാണ് നമ്മുടെ കറക്റ്റ് കട്ടിങ് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ലെവലിൽ കറക്റ്റായിട്ട് കണ്ടോ, നിങ്ങളെ കാണിച്ചു തരാം. ഈ വരുന്നിരിക്കുന്ന ആ ബാസ്ബോർഡിൻ്റെ പീസ് നമ്മൾ എവിടെയാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ച് വരച്ചതിന് ശേഷം വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട്, ഹാക്സ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ജിപ്സം ബോർഡ് കട്ട് ചെയ്യുക. സിമ്പിളായിട്ട് ആ 2 സ്പ്രിങ്ങുകളും ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് കയറ്റിയിടുക. സ്ട്രോങ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലേ നമുക്ക് ഇതുപോലെ ചെയ്യാനുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിൻ്റെ 2ൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം നിങ്ങൾക്ക് 6 വാട്ടിൻ്റെ വരുന്നത് ഏകദേശം MRP വരുന്നത് 380 വരുന്നത്. അതുപോലെ തന്നെ 3 വാട്ട് വരുന്നത് 180, 200 ആ റേഞ്ചാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് MRPനേക്കാൾ കുറച്ച് റേറ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.